Hi all, welcome to another episode of Shrudi's Learning Square. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് foreign words ആണ്. അപ്പോൾ foreign wordsന്റെ ഒരു 20 ക്വസ്റ്റ്യൻസോളം ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർക്കാനുള്ള കോഡ്സും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോറിൻ വേർഡിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ഫോറിൻ വേർഡ് എന്ന് പറയുന്നത് മാലഫൈഡ് ആണ്. മാലഫൈഡ് എന്ന് പറഞ്ഞാൽ വിത്ത് എ ബാഡ് ഇൻറ്റൻഷൻ എന്നുള്ളതാണ് മീനിങ്. അതായത് ദുഷ്ടചിന്താഗതി. അതായത് ഇപ്പോൾ കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. കമ്മ്യൂണൽ റൈറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു മാലഫൈഡ് ക്യാമ്പയിൻ ആണെന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഒരു ദുഷ്ടചിന്താഗതി ഉളവാക്കുന്ന ഒരു ക്യാമ്പയിനാണ്. അപ്പം ഇനി ഓർക്കാനുള്ളൊരു ചെറിയ കോഡ് പറഞ്ഞുതരാം. അതായത് മാലഫൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാല ആലോചിക്കുക. MALAFIDE അല്ലേ? അപ്പോൾ MAL അതായത് മാല ആലോചിക്കുക. അപ്പോൾ മാല പൊട്ടിക്കാനുള്ള ശ്രമം അതെന്താണ്? ഒരു പൊട്ട ഇൻറ്റൻഷൻ അല്ലേ? ഒരു ബാഡ് ഇൻറ്റൻഷൻ അല്ലേ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താലും മതി കേട്ടോ. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ഏലിയാസ്. ഏലിയാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തുന്നുണ്ടാവും. എന്താണ്? നമുക്കറിയാം, ഒരു ഫിലിം ഉണ്ട് അല്ലേ? സാഗർ ഏലിയാസ് ജാക്കി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ പറയുന്നത്? ഏലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അഥവാ. അപ്പോൾ ഏലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അസ്യൂംഡ് നെയിം അല്ലെങ്കിൽ അഥവാ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അടുത്ത വേർഡ് നോക്കാം, അഡ്ഹോക്ക്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പേർപ്പസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ അഡ്ഹോക്ക് കമ്മിറ്റി, അതിലൊക്കെ എന്താ പറയുന്നത്? അതായത് ഇപ്പോൾ നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്തും അതുപോലെ തന്നെ കൊറോണയുടെ സമയത്തുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട്, അതായത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപം കൊള്ളാറുണ്ട് ഇല്ലേ? അതിനെയാണ് നമ്മൾ പറയുന്നത് അഡ്ഹോക്ക് കമ്മിറ്റി. അപ്പോൾ അത് തന്നെയാണ് അഡ്ഹോക്കിൻ്റെ മീനിങ്. എന്താണ്? ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അഡ്ഹോക്കിനകത്തെ ഹോക്ക് ഞാൻ മാറ്റിയിട്ട് ഹുക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ ഹുക്ക് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. ഹുക്ക് എന്താ? ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നമുക്ക് തൂക്കിയിടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അലമാരി ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു ഹുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് റിലേറ്റ് ചെയ്യാം. അതായത് അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പേർപ്പസ്. അടുത്ത വേർഡ് നോട്ട ബീൻ. നോട്ട ബീൻ അതിൻ്റെ മീനിങ് നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ നോട്ടീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും NB എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? ആ NB തന്നെയാണ് ഈ നോട്ട ബീൻ എന്ന് പറയുന്നത്. അതായത് നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്, അതായത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാണിക്കാനാണ് നമ്മൾ NB എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ നോട്ട ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത വേർഡ് ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതായത് ഉത്തമ വിശ്വാസം. ബോണഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ അല്ലെങ്കിൽ ഉത്തമ വിശ്വാസം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മാലഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ? അതെന്തായിരുന്നു അതിൻ്റെ മീനിങ്? മാല, അതായത് ഒരു ബാഡ് ഇൻറ്റൻഷൻ ആയിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ ആണ്, ഉത്തമ വിശ്വാസം. ഇപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം. അതായത് രാജൂസ് ഫ്രണ്ട് ഇസ് എ ബോണഫൈഡ് എക്സ്പേർട്ട് ഇൻ ഇംഗ്ലീഷ്. രാജൂസ് ഫ്രണ്ട് ഇസ് എ ബോണഫൈഡ് എക്സ്പേർട്ട് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ് മീൻസ് അത്രയ്ക്ക് ഒരു കഴിവുണ്ട്. അപ്പോൾ ബോണഫൈഡ് ക്ലിയർ ആയല്ലോ. അടുത്ത വേർഡ് വൈവ വോസി. വൈവ വോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറലി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ എന്താ നടക്കാറ്? വൈവ നടക്കാറുണ്ട്. വൈവ എങ്ങനെ നടക്കുന്നത്? ഓറലി അല്ലേ? ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ഓറലി ആൻസർ ചെയ്യും. അതാണല്ലോ നടക്കുന്നത്. അപ്പോൾ വൈവ വോസി ഇറ്റ് മീൻസ് വാട്ട്? ഓറലി. നെക്സ്റ്റ് ഇസ് മ്യൂട്ടാൻറ്റിസ്. മ്യൂട്ടാൻറ്റിസ് ശ്രദ്ധിക്കണം. ആദ്യത്തെ വേർഡിൽ മ്യൂട്ടാൻറ്റിസിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? T ആണ് കേട്ടോ. മ്യൂട്ടാൻറ്റിസ്. അടുത്തത് മ്യൂട്ടാൻറ്റിസ് ആണ്, D ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വിത്ത് നെസസറി ചേഞ്ചസ് ആണ്. അതെങ്ങനെ ഓർക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മ്യൂട്ടാൻറ്റിസ് അല്ലേ? ആ T മാറ്റിയിട്ട് നമ്മൾ D ആക്കിയില്ലേ? അത് തന്നെ. അതായത് വിത്ത് നെസസറി ചേഞ്ചസ് വരുത്തി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മ്യൂട്ടാൻറ്റിസിനകത്തുള്ള T മാറ്റിയിട്ട് ഞാൻ അടുത്ത മ്യൂട്ടാൻറ്റിസിനകത്ത് D ആക്കി. അതായത് ചെറിയൊരു ചേഞ്ച് വരുത്തി, അതായത് വിത്ത് നെസസറി ചേഞ്ചസ്. അടുത്ത വേർഡ് നോക്കാം, വെസ് ആ വെസ്. വെസ് ആ വെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ്. നെക്സ്റ്റ് വേർഡ് മോഡസ് ഓപ്പറൻറ്റി. മോഡസ് ഓപ്പറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ. ചില വേർഡ്സ്, അതായത് ചില ക്വസ്റ്റ്യൻസിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, മോഡസ് ഓപ്പറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഓഫ് ഓപ്പറൻറ്റിനകത്തുള്ള ഓപ്പറേഷൻ എടുത്തു, മറ്റേല മോഡ് എടുത്തു. അപ്പോൾ മോഡസ് ഓപ്പറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ. അതേപോലെ തന്നെയാണ് അടുത്ത വേർഡാണ് കേട്ടോ, അബ് ഇനീഷ്യോ. അബ് ഇനീഷ്യോ. ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ?
തുടക്കം അല്ലേ, ബിഗിനിങ് ആണ്. അപ്പോൾ അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദി ബിഗിനിങ്. അപ്പോൾ നമുക്ക് ആ വേർഡ് കാണുമ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ ഒക്കെ ക്ലിക്കാവും. ചിലതിൽ നമുക്കൊന്നും മനസ്സിലാവില്ല, ചിലതിൽ നമുക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദി ബിഗിനിങ്. നെക്സ്റ്റ് വേർഡ് ഫെലോ ഡിസേ. ഫെലോ ഡിസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് എന്നുള്ളതാണ് മീനിങ്. സൂയിസൈഡ്. അപ്പോൾ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? സൂയിസൈഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സൂയിസൈഡ് ഇത് വീഴുക, സൂയിസൈഡ് ഇത് വീണു എന്ന് വിചാരിക്കുക, അതായത് ഫെൽ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഫെൽ ഓ ഡിസേ എന്ന് പറയുന്നത് സൂയിസൈഡ് കേട്ടോ. ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഈ ഫോറിൻ വേർഡ്സ് ഒക്കെ ശരിക്കും കുത്തിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളിങ്ങനെ കേട്ട് പോയാൽ മതി കേട്ടോ. എക്സാമിന് എന്തായാലും ഓർമ്മ വരും. കാരണം നമുക്കറിയാം PSC എക്സാംസിലൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു തിരിച്ചറിയൽ പരേഡല്ലേ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ട് പോകുമ്പോൾ ഈ കോഡ്സൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും, ഷുവറായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ കേട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഫെലോ ഡിസേ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂയിസൈഡ്. ഇനി അടുത്ത വേർഡ് എക്സ്പാർട്ടെ. എക്സ്പാർട്ടെ ഇതെല്ലാവരും കേട്ടിട്ടുള്ള വേർഡായിരിക്കും. എക്സ്പാർട്ടെ. എക്സ്പാർട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡഡ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇറ്റ് വാസ് എൻ എക്സ്പാർട്ടെ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ സൈഡഡ് ഹിയറിംഗ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് ഇപ്പോൾ കോർട്ടിലൊക്കെ ജഡ്ജിയുടെ ഒരു വൺ സൈഡഡ് ഹിയറിംഗ് എന്നുള്ള മീനിങ് ആണ് എക്സ്പാർട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പാർട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡഡ് ഹിയറിംഗ്. ഇനി എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സ്പാർട്ടേനകത്ത് പാർട്ട് എടുക്കുക. പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ, അതായത് വൺ സൈഡഡ് കേട്ടോ. അടുത്ത വേർഡ് പനോരമ. പനോരമ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, മൊബൈലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ഒരു വൈഡ് വ്യൂ കിട്ടാനും വേണ്ടിയിട്ടാണ് അല്ലേ? അതായത് പനോരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് സൈറ്റ് വിത്തൗട്ട് ഇൻറ്ററപ്ഷൻ, അതിനെയാണ് നമ്മൾ പനോരമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് 14th വേർഡ് സ്റ്റാറ്റസ് ക്യൂ. സ്റ്റാറ്റസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. അറ്റ് ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, അതായത് ഇപ്പോഴത്തെ സ്ഥിതി, തൽസ്ഥിതി എന്ന് പറയും. അടുത്ത വേർഡ് എൻ ബ്ലോക്ക്. എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹോൾസെയിൽ എന്നുള്ളതാണ് മീനിങ്. എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹോൾസെയിൽ. എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? എൻ ബ്ലോക്ക് അല്ല, ഒരു ബ്ലോക്കാണ്, അതായത് ഒരു ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടിയെന്നിരിക്കും. ഒരു ബ്ലോക്കായിട്ട് കിട്ടി, കുറേ എണ്ണം ഉണ്ട് ആ ബ്ലോക്കിനകത്ത്, അതായത് ഒരു ഹോൾസെയിൽ. അപ്പോൾ എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹോൾസെയിൽ. നെക്സ്റ്റ് വേർഡ് നോയൽ. നോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ് ചെയ്യാൻ പറ്റുമോ? നോയൽ എന്താണ്? ക്രിസ്മസ്. നോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് എന്നുള്ളതാണ് മീനിങ്. എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? ക്രിസ്മസിനൊക്കെ നമുക്കറിയാം ഒരുപാട് ഡിഷസ് ഉണ്ടാവും, അതായത് ചിക്കനും ബീഫും അങ്ങനെ ഒരുപാട് ഡിഷസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തെ ചിക്കനകത്തുള്ള എല്ല് പോലും ബാക്കി വയ്ക്കില്ല എന്ന് ഓർത്താൽ മതി. അതായത് നോ എൽ, എല്ല് പോലും ബാക്കി വയ്ക്കില്ല, അതായത് നോയൽ കേട്ടോ. അപ്പോൾ നോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ്. ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വോക്സ് പോപ്പുലൈ. വോക്സ് പോപ്പുലൈ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ ഫസ്റ്റ് വേർഡ് എടുത്തോളൂ, വോക്സ്. വോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വോയിസ് എന്ന് ആലോചിച്ചാൽ മതി. വോയിസ് ഓഫ് പോപ്പ്, POP അല്ലേ, അതായത് വോയിസ് ഓഫ് ദി പീപ്പിൾ. വോയിസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് വോക്സ് പോപ്പുലയുടെ മീനിങ് വരുന്നത്. അടുത്ത വേർഡ് കർക്കാസ്. കർക്കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോഡി ഓഫ് എ ഡെഡ് ആനിമൽ. ദ ബോഡി ഓഫ് എ ഡെഡ് ആനിമലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർക്കാസ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് നോക്കാം, റെൻഡസ്വസ്. റെൻഡസ്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് എന്നുള്ളതാണ് മീനിങ് വരുന്നത് കേട്ടോ. റെൻഡസ്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? റെൻറ്റിന് ഒരു സ്ഥലം, അതായത് എല്ലാവർക്കും കൂടിയിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം റെൻറ്റിന് എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ റെൻഡസ്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് ആണ്. അടുത്തത് എൻമാസ്. എൻമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ബോഡി, അതായത് ഒറ്റ കൂട്ടമായി, എല്ലാവരും കൂടി എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ മീനിങ്. എൻ മാസ്, ഒരു മാസമായിട്ട് കേട്ടോ, എല്ലാവരും കൂടി, അതായത് ഇൻ എ ബോഡി, ഇതൊക്കെയാണ് എൻ മാസിൻ്റെ മീനിങ്. അപ്പം നമ്മൾ ഇന്ന് 20 ഫോറിൻ വേർഡ്സ് പഠിച്ചു. ഈ 20 ഫോറിൻ വേർഡ്സ് നിങ്ങൾ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഷുവറാണ്. കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും. അതിൽ ഓപ്ഷൻസ് വായിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.